ധൈര്യമായിട്ടിരിക്കുക. ഈ കഷ്ടം ഇത്ര നാളായിട്ട് മാറുന്നില്ലല്ലോ ദൈവമേ, എനിക്ക് രക്ഷയില്ലല്ലോ കർത്താവേ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടു പോകരുത്, പിന്തിരിഞ്ഞും പോകരുത്, പ്രാർത്ഥന നിർത്തുകയും ചെയ്യരുത്. കാര്യം വ്യക്തമായിട്ട് പറയുകയാണോ നിന്നെ കർത്താവ് രക്ഷിച്ചിരിക്കുന്നു. അത് പ്രതീക്ഷിച്ചോ, നീ രക്ഷ കണ്ടിരിക്കും. ആ കടഭാരത്തിൽ നിന്ന് നീ പുറത്ത് വന്നിരിക്കും. ആ രോഗസൗഖ്യം നീ കണ്ടിരിക്കും. ഭർത്താവിന്റെ മാനസാന്തരം നീ കണ്ടിരിക്കും. മക്കളുടെ മാനസാന്തരം നീ കണ്ടിരിക്കും. അത് ഉറപ്പുള്ള കേസാണ്. കാര്യം അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഒരു ഉറപ്പുണ്ട്, നമ്മളെ രക്ഷപ്പെട്ടിരിക്കും. ഹല്ലേലൂയ. ഇന്നലെ പ്രധാന സഭാ പ്രസംഗങ്ങളിൽ പറയുന്നത് 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും ഒരു സമയമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ഈ വർഷം 2024 നിങ്ങളുടെ ദുഃഖത്തിന്റെയും കണ്ണുനീരിന്റെയും വർഷമാണെങ്കിൽ ഹല്ലേലൂയ, അതിനൊരു സമയമുണ്ട്. ഹല്ലേലൂയ. എന്നും കഷ്ടമല്ല, എന്നും ദുഃഖമല്ല, എന്നും കണ്ണുനീരല്ല, എന്നും ദാരിദ്ര്യമല്ല, എന്നും വേദനയല്ല, എന്നും രോഗവുമല്ല. 2024 കണ്ണുനീരിന്റെയും ദുഃഖത്തിന്റെയും വർഷമാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, 2025 നിനക്ക് സന്തോഷത്തിന്റെ വർഷമായിരിക്കും. ഏറ്റെടുത്തു. അത് നമ്മൾ വന്ന് അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. ആരൊക്കെ അത് വിശ്വസിച്ച് ഏറ്റെടുത്തിട്ടുണ്ടോ അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. 25 നിന്റെ വർഷം തന്നെയാണ്. കണ്ണുനീരൊഴുക്കിയതിനും കരഞ്ഞതിനുമൊക്കെ പ്രതിഫലം തരുന്ന ജീവിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തെളിയിക്കുന്ന വർഷമാണ് 2025. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ വിശ്വസിച്ചേറ്റെടുത്ത് കർത്താവിനെ സ്തുതിച്ചാൽ അത് ഭാവന കണ്ട് 2025 നിന്റെ രോഗം പൂർണ്ണമായി സൗഖ്യമായതും, നീ കടഭാരത്തിൽ നിന്ന് പുറത്തു വന്നതും, കുടുംബം മാനസാന്തരപ്പെട്ടതും, അഭിഷേകം പ്രാപിക്കുന്നതും, സന്തോഷിക്കുന്നതും നീ ഭാവന കണ്ട് കർത്താവ് ചെയ്യാൻ പോകുക.